ഇന്ത്യ. അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യയുടെ ദേശീയഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന അംഗീകരിച്ച ദിവസം 1950 ജനുവരി 24. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂർ. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയ രാഗം ശങ്കരാഭരണം. ദേശീയഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. ദേശീയഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യം ഭാരത് വാക്യവിധാത. ഭാരത് വാക്യവിധാത പ്രസിദ്ധീകരിച്ച വർഷം 1912. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27. ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി സരളാദേവി ചൗധുറാണി. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം മദനപ്പള്ളി. ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്ത വ്യക്തി ആബിദ് അലി. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയമുദ്ര സിംഹമുദ്ര. സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തതെവിടെ നിന്നാണ്? സാരാനാഥിലെ ഗിർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്ന്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, കുതിര, ആന. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ. ദേശീയ ചിഹ്നത്തിന് ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. സത്യമേവ ജയതേ കടമെടുത്തത് എവിടെ നിന്നാണ്? മുണ്ടകോപനിഷത്ത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ. ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം 2005. ഇന്ത്യയുടെ ദേശീയഗീതമായിട്ടുള്ള വന്ദേ മാതരം അംഗീകരിച്ച ദിവസം 1950 ജനുവരി 24. ദേശീയഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ചാതുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശരാഗം. വന്ദേ മാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവലിൻ്റെ അടിസ്ഥാനം സന്യാസി കലാപം. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം 1896. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദ് ഘോഷ്. ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗി. വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ദുർഗ. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. ദേശീയ പക്ഷി മയിൽ. ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ച വർഷം 1963. ദേശീയ മൃഗം കടുവ. കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ച വർഷം 1972. ദേശീയ ഭാഷ ഹിന്ദി. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം 1949 സെപ്റ്റംബർ 14. ഇന്ത്യയിലെ ഹിന്ദി ദിവസമായി ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ 14. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് 343(1). ഹിന്ദി ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ബീഹാർ. ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗിരി ലിപി. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. ശകവർഷ കലണ്ടർ ആരംഭിച്ചത് കനിഷ്കൻ. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘ്നാഥ് സാഹേ. ശകവർഷ കലണ്ടറിലെ ആദ്യത്തെ മാസം ചൈത്രം. ശകവർഷ കലണ്ടറിലെ അവസാനത്തെ മാസം ഫാൽഗുനം. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആന. ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം, കർണാടക, ജാർഖണ്ഡ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ 2008 മുതൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ 2009 മുതൽ.
ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പഴം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കി. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയക്കൂറ. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17.5%. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല നാഗ്പൂർ. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 7. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ഇന്ത്യൻ നഗരം ചണ്ഡീഗഡ്. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 74.04%. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി. ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ജനസാന്ദ്രത കൂടിയ ജില്ല മുംബൈ സിറ്റി. ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം മൽക്കജ്ഗിരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച് ഗുജറാത്തിലെ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം. ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിലെ സാക്ഷരത കൂടിയ ജില്ല സെർച്ചിപ്പ്. ഇന്ത്യയിലെ സാക്ഷരത കുറഞ്ഞ ജില്ല അലിരാജ്പൂർ. കേരളത്തിലെ സാക്ഷരത എത്ര ശതമാനമാണ്? 93.91%. ലോകത്തിലെ വനവിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്ററാണ്? 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്ര കിലോമീറ്ററാണ്? 7,516 കിലോമീറ്റർ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്.
പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഇതുപോലെയുള്ള വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ വരുന്നതാണ്.